ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ എടുത്ത് നോക്കാം. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കൂടെ എന്തുകൊണ്ട് ആലോചിക്കുക, +2 വരെ ഒരു കുട്ടീനെ പഠിപ്പിക്കുന്നുണ്ട്. അത് അതിലൊരു 9ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 8ാം ക്ലാസ് എത്തുമ്പോഴത്തേനും ആ കുട്ടിയുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റിയെടുക്കുന്നത് എന്താണ്? നല്ല മനുഷ്യനാവുക എന്നുള്ളതൊന്നുമല്ല. 10ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങുക എന്നുള്ളതാണ്. അതെ. +1 അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കുന്ന ജീവിത ലക്ഷ്യം +2 ഫുൾ എ പ്ലസ് വാങ്ങുക എന്നുള്ളതാണ്. ലൈക്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് ഹിസ് ലൈഫ്, അത് മാത്രമാണ്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഈ പറഞ്ഞ പോലെ മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് വേണം, അതേപോലെ പാരൻ്റൽ ഗൈഡൻസ് വേണം. അതിൻ്റെയൊക്കെ കൂടെ തന്നെ കുട്ടികൾക്ക് ഇപ്പം ഈ പറഞ്ഞ ഈ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് ഇഷ്ടം പോലെ ടൈമുണ്ട് ഓൺ ദെയർ ഹാൻഡ്. ഒരു സ്കൂൾ കഴിഞ്ഞിറങ്ങിയാൽ അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞിറങ്ങിയാൽ ഇഷ്ടം പോലെ ടൈമുണ്ട്. ആ ടൈം എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ആയിരിക്കണം. ഐ മീൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നമ്മൾ പറയുമ്പോൾ തന്നെ ആ എക്സ്ട്രാ ആണ് അവിടെ കീവേഡ്. ഇത് എക്സ്ട്രാ പാടില്ല, അത് കരിക്കുലർ ആക്ടിവിറ്റി ആവണം. അത് നമ്മുടെ അതെ, അതെ, മാൻഡേറ്ററി എക്സാക്ട്ലി. ആയിട്ട് സ്റ്റഡീസ് എന്താണോ ഉള്ളത് അതിൻ്റെ കൂടെ തന്നെ ഉള്ള എന്തും ആയിക്കോട്ടെ, സ്പോർട്സ്, ആർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ചിലപ്പോൾ ഇതൊരു വെയ്ഗ് ഒരു ആർഗ്യുമെൻ്റ് ആയി തോന്നും. പക്ഷേ കുട്ടികൾക്ക് പിന്നെ ഡ്രഗ്സിലേക്കൊന്നും ആലോചിക്കാൻ ടൈം കിട്ടുന്നില്ല, കാരണം അവർ ഒക്യുപ്പൈഡ് ആണ് ഓൾറെഡി.